നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നത് പണം മാത്രമല്ല. മാസാമാസം നിങ്ങൾ അയക്കുന്ന ചെക്ക് കൊണ്ട് മാത്രം ഒരു ഭാര്യയും സംതൃപ്തിയായി ജീവിക്കുകയുമില്ല. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ട സാമീപ്യവും സംരക്ഷണവും ഭാര്യയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കുടുംബമെന്ന നിങ്ങളുടെ മാത്രം സ്വകാര്യ സമ്പാദ്യമായിരിക്കും. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ പ്രവാസ ലോകം ഞങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിർത്തി നഗരമായ സംതയിൽ കഴിഞ്ഞ മാസമുണ്ടായ ഹൂത്തി ഷെല്ലാക്രമണങ്ങളിൽ മരണമടഞ്ഞ എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി KT ഫറൂഖിന്റെയും കൊല്ലം കൊട്ടിയം സ്വദേശി വിഷ്ണു വിജയന്റെയും നിർധന കുടുംബങ്ങളെ സഹായിക്കാൻ ജിസാനിലെ വിവിധ പ്രവാസി മലയാളി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചു. KMCC, ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ ജല, OICC, തനിമ, ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, ഇസ്ലാമിക് സെന്റർ, സാംത പ്രവാസി സംഘം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ സാംതയിലെയും ജിസാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി ഫാറൂഖ് വിഷ്ണു കുടുംബസഹായ കമ്മിറ്റി എന്ന പേരിലാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. കുടുംബസഹായ കമ്മിറ്റി ഭാരവാഹികളായി ഹാരിസ് കലായി ചെയർമാൻ, ഫ്രാൻസിസ് പാലക്കാട്, NM മൊയ്തീൻ ഹാജി വൈസ് ചെയർമാൻ, ഡോക്ടർ മുബാറക് സാനി ജനറൽ കൺവീനർ, വെന്നിയൂർ ദേവൻ, മുനീർ ഹുദവി ഉള്ളണം കൺവീനർ, M താഹ ട്രഷറർ, ഷംസു പൂക്കോട്ടൂർ, K രമേശ് ബാബു ജോയിന്റ് ട്രഷറർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഹാരിസ് കല്ലായി 0527605598, ഡോക്ടർ മുബാറക് സാനി 050-731-5187, M താഹ 050-871-6292, ഷംസു പൂക്കോട്ടൂർ 055-9090786 എന്നിവരുമായി ബന്ധപ്പെടേണ്ടതാണ്. രണ്ട് മാസങ്ങൾക്ക് മുൻപ് ജോലിസ്ഥലത്ത് വെച്ചുണ്ടായ അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് ഷുർഫ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിരുന്ന ഹൈദരാബാദി സ്വദേശി ഫിറോസ് അഹമ്മദിനെ നജ്റാൻ പ്രതിഭാപ്രവർത്തകർ ഇടപെട്ട് തുടർ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് കയറ്റി അയച്ചു. വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അപകടം പറ്റി ശരീരം ഭാഗികമായി തളർന്നു പോവുകയായിരുന്നു. പ്രതിഭ ഷുർഫ യൂണിറ്റ് പ്രവർത്തകരായ റോയ്, ബിനു, വിപിൻ എന്നിവരെ ഫിറോസിന്റെ ബന്ധു സമീപിക്കുകയും അവർ പ്രതിഭ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. ഉല്ലാസ്, സുകുമാരൻ, അനിൽ രാമചന്ദ്രൻ, വിജയൻ കാരക്കോണം, ഫ്രാൻസിസ്, രാജു എന്നിവരുടെ നേതൃത്വത്തിൽ ഫിറോസിന്റെ സ്പോൺസറെ കാണുകയും വിഷയം അവതരിപ്പിക്കുകയുമായിരുന്നു. തുടക്കത്തിൽ സഹകരിക്കാതിരുന്ന സ്പോൺസർ ഒടുവിൽ വിമാന ടിക്കറ്റ് എടുത്തു നൽകാൻ തയ്യാറായി. 2010 കുവൈത്തിലേക്ക് പോയ തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി ബബിതയെക്കുറിച്ചുള്ള പ്രവാസ ലോകത്തിന്റെ അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ബബിത തിരികെ എത്തിയിരിക്കുന്നു. സ്പോൺസർ നൽകിയ കേസ് കാരണം നാട്ടിലേക്ക് തിരികെ എത്താനാകാതെ കുവൈത്തിൽ കുടുങ്ങിക്കിടന്ന ബബിതയ്ക്ക് മോചനമായി. തിരിച്ചുവരവിന്റെ സന്തോഷം പകരുന്ന ഈ കഥ പങ്കുവയ്ക്കാൻ ബബിത ഇന്ന് കൈരളി സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് ബബിതയോട് തന്നെ സംസാരിക്കാം. എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്? കുറെ ഇവിടെ ഇരുന്നിട്ട് കുറെ വർത്താനമൊക്കെ പറഞ്ഞ് ബബിതയ്ക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നത് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ സഹിച്ചെന്ന് പറയാൻ അറിഞ്ഞും അറിയാതെ ആരും കുവൈറ്റ് വീട്ടു വേലയ്ക്ക് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആദ്യത്തത് അതായത് ഒരു സ്പോൺസറെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാൻ അവർ ഗദ്ദാമയാണെന്നുള്ള ഇതല്ലാതെ നല്ല മനഃശാസിയോടെ അവർ പെരുമാറത്തില്ല. കുവൈറ്റികൾ, പ്രത്യേകിച്ച് കുവൈറ്റികൾ നാട്ടിൽ വിടത്തില്ല. പിന്നെ ഒരു കാലത്തിൽ നാട്ടിൽ വിടാൻ പോണില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം വളരെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ കുവൈറ്റ് എംബസി പോയി. കുവൈറ്റ് എംബസി പോകാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ പോകരുത്, വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് കുവൈറ്റ് അസോസിയേഷനിൽ പോയി. അവിടെ 3 തവണ പോയപ്പം അവർ പറഞ്ഞ് ഇത് നിയമം വഴി കൊടുത്തിരിക്കണമെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരിട്ട് ഇന്ത്യൻ എംബസി പോയി. അവിടെ ചെന്ന് 3-4 തത്തിക്ക് ഇങ്ങനെ പോയപ്പോഴും അവർ പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്ന കേസാണ്, അത് ഗവൺമെൻറ് അറിയാതെ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ സാധിക്കത്തില്ല എന്ന്. അപ്പം അന്നേരം നിങ്ങൾ സഹായിക്കില്ലേ എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ഞങ്ങളെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചു? ഇല്ല.
പിന്നെ ബബിത ചോദിച്ചില്ല? ഇല്ല. എന്നിട്ട് അവർ തീരെ സുഖമില്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അഭിനയിച്ചെന്നും കൂടെ പറയാം. ഞാൻ ആ ഒരു അവസ്ഥയിലൊക്കെ ചെന്ന് നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പാസ്പോർട്ടും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. വീണ്ടും ഇത് തന്നെ പറഞ്ഞു പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങി ആ വെയിൽ മൊത്തം ഞാൻ അവിടെ കൊണ്ട് പോയില്ല. അവിടെ അങ്ങ് ഇരുന്നു. ആ റോഡിൻ്റെ പടിക്കെട്ടിൻ്റെ അവിടെ അങ്ങ് ഇരുന്നപ്പം അവിടുത്തെ സൂപ്പറുണ്ട് മുതിർ വന്നിട്ട് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാബ എനിക്ക് ഇങ്ങനെയാണ് കാര്യം, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ ഇവിടെ വന്നിട്ട് 4-5 കൊല്ലമായിരിക്കുകയാണ്, എനിക്കിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് ചാടിയതാണ്, അല്ല മനഃപൂർവ്വം അല്ല, എൻ്റെ മാമായും ബാബായും ഒക്കെ നല്ല മനുഷ്യരാണ്, അവരെ ഓടി എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് ചാടിയത്. ശരി അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി തന്നെ ഇരുത്തി നേരെ ജയിലിൽ കൊണ്ടുപോയി. നേരെ സഫർ ജയിലിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ ഒരു രംഗം അത് പറയാൻ പറ്റത്തില്ല. അത്ര ഒരു അവസ്ഥയിലാണ്. ആ ലത എന്ന പേരുള്ള ഒരു സ്ത്രീയാണ്. അവർ വിതുരക്കാരിയാണ്. അവരുടെ അവസ്ഥ ഭയങ്കര ഒരവസ്ഥയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ബിപിയും ഷുഗറും ശ്വാസം മുട്ടും ഒക്കെ ആയിട്ട് കിടന്ന് അവർക്ക് ഗുളികയും കൊടുക്കുന്നുണ്ടെന്നല്ലാതെ അവർക്ക് ബോധമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരവസ്ഥയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കിടക്കും കാലം വരെ നിങ്ങളെ നാട്ടിൽ വിടത്തില്ല, നിങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്മാർട്ടായിട്ട് നിന്നാൽ നിങ്ങളെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. അത് നടക്കില്ല ബബിത. എന്നെ ഒരു 3 മാസം കുവൈറ്റ് എംബസിയിൽ, 3 മാസം ഇന്ത്യൻ എംബസിയിൽ. അവിടുത്തെ അവസ്ഥ ഒരുപാട് പേര് അറ്റാക്ക് വന്ന്, ചില പെൺപിള്ളേരെ അറ്റാക്ക് വന്നാൽ മരിപ്പ് ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ശരിക്കും BP അവർക്ക് കൂടിയാണ് കിടക്കുന്നത്. അതിൽ ഇനി ഒരു വ്യക്തി അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഗിരിജ എന്ന് പേരുള്ള ഒരു വ്യക്തി. അവരെ സ്ഥലമൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അങ്ങനെ ഇവരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് അവിടെ പോലീസ് വരുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് അങ്ങ് ദൂരെ മാറി നിൽക്കും. അത്ര ഭയമാണ്. ലേഡീസാണ് അവർ. ഞാൻ എന്താ ഒരു വഴിമാർഗം കാണട്ടെന്നും പറഞ്ഞ് ലാസ്റ്റ് ദൈവത്തിനെ വിളിച്ച് നിസ്കാരവും കഴിഞ്ഞിട്ട് എണീച്ച് ചെന്ന് മാമാക്ക് സലാം പറഞ്ഞു. എന്താ കാര്യം? മാമ ഇവിടെ എല്ലാവരും നിസ്കരിക്കുന്നിടത്ത് കിടന്നുറങ്ങുകയാണ്, അത് മോശമല്ലേ, ഖുർആനിരിക്കുന്നതല്ലേ. ഞാനും ഈ ലതയെന്ന് പറഞ്ഞ അവർ വന്നിട്ടില്ല കാര്യത്തിൽ, അവരെങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് രക്ഷപ്പെടുത്തണമല്ലോ. ഈ ലതയെന്ന് പറഞ്ഞ ഒരു സ്ത്രീയും കൂടി പറഞ്ഞിട്ട് അവരനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതാരായി ലത? അവർ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പറഞ്ഞ് അവരെ സ്ഥലം, അവർ എന്താണ് ഇവിടെ വന്നത്, എന്താണ് പ്രശ്നം എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവസാനം കാലെ പിടിച്ചു. മാമ പാവമാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവർ നല്ല മനസ്ഥിതിയുള്ളവരാണ്, ഇങ്ങനെ വന്നു പോയി, സഹോദരന് സുഖമില്ല, നാട്ടിൽ പോകണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവരെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കട്ട് ഇൻഷാ അല്ലാ നാളെ ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. 3-ൻ്റെ അന്ന് അവരെ പേപ്പറും എൻ്റെ പേപ്പറും കുറച്ച് ഹൈദരാബാദ്, ആന്ധ്ര, അവർക്ക് ശരിക്കും ആന്ധ്ര ഭാഷ അല്ലാതെ ഹിന്ദി സംസാരിക്കാൻ പോലും അവർക്ക് അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല. വല്ലച്ചാതിയൊക്കെ കൊണ്ടുവന്നു. എൻ്റെ കയ്യിൽ പാസ്പോർട്ട്, അതായത് ഒറിജിനലല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട്, എൻ്റെ മാത്രമേ ഒറിജിനലുള്ളൂ. നേരെ ഷാർജ ഇറക്കി. ഷാർജയിൽ നിന്ന് ഈ സ്ത്രീക്ക് കാശില്ലാത്തതുകൊണ്ട് അവിടെ വന്ന പല സൗദി, മസ്കറ്റ് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന പല മലയാളികളുടെ അടുത്തും ഈ ലതയെന്ന് പറയുന്നവർക്ക് വേണ്ടി ഞാൻ അവരെ അവസ്ഥ പറഞ്ഞു പൈസ വാങ്ങിച്ച് അവിടുത്തെ ബാങ്കിൽ നിന്ന് മാറിയാണ് അവരെ ഡൽഹിക്ക് എത്തിച്ചത്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം വേറൊരു സംഭവം കൂടെ ഉണ്ടായി. ഡൽഹി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അവിടെ നിന്ന് കരകയറ് വളരെ കഷ്ടമാണ്. കാരണം ലഗേജുമായിട്ട് ലഗേജ് പിടിച്ചു മേടിച്ച് കാറിനകത്തിട്ടിട്ട് കയറാനാണ് പറയുന്നത്. അങ്ങനെയാണ് ഡൽഹി സ്ഥലം. എന്നിട്ട് അവിടെ നിന്ന് ആ പെണ്ണുമ്പിള്ളേനും രക്ഷപ്പെടുത്തിയിട്ട് തിരിച്ച് അണ്ടർഗ്രൗണ്ട് വഴി അവിടെ നിന്ന് ചെറിയ സ്റ്റേഷനിൽ നിന്നാണ് വലിയ സ്റ്റേഷനിൽ ചെല്ലാനുള്ളത്. അവിടെ നിന്ന് എല്ലാവരും ടിക്കറ്റും കൊടുത്ത് അവർക്ക് 32 പേരെ അന്നത്തെ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ കയറ്റി വിട്ടു. പിന്നെ കേരള എക്സ്പ്രസ്സിൽ ഇവരെയും കൊണ്ട് കയറാൻ പറ്റത്തില്ല. അങ്ങനെ കേശിവൽ എക്സ്പ്രസ് ഞങ്ങൾക്ക് ഇത്തിരി താമസിച്ചാണെങ്കിൽ അന്ന് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം 1 മണിക്ക് അതിനുള്ള ട്രെയിനിന് ഈ സ്ത്രീയും കൊണ്ട് ഇവിടെ ആക്കി അവരെ വീട്ടിലാക്കി ഞാനും ഇവിടെ എത്തി. അറിഞ്ഞോ അറിയാതെയോ കുവൈറ്റ് എന്നുള്ള ഒരു സ്ഥലത്ത് പോകരുത്. ഞാൻ ദുബായ്, മസ്കറ്റ്, ഈ കുവൈറ്റ്, ഈ 3 സ്ഥലവും കണ്ടതിൽ കുവൈറ്റ് വിശസ്തമായ ഒരു സ്ഥലമാണ്. അറിഞ്ഞോ അറിയാതെ ഒരു പെണ്ണുങ്ങളും പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ നിരവധി കാലമായിട്ട് ഈ ഭക്തിയിലൂടെ പറയുന്നൊരു കാര്യമാണ്, വീട്ടുജോലിക്ക് പോകുന്ന ആളുകളോട്, പ്രത്യേകിച്ച് കുവൈറ്റിലേക്ക് പോകുന്ന സഹോദരിമാരോട് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ പോകരുത്. കാരണം നിങ്ങളുടെ രക്ഷയ്ക്ക് അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ല.
എംബസിയിലെ കഥയാണ് ഈ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിലെ കഥയാണ് ഈ പറഞ്ഞത്, ഇമിഗ്രേഷനിലെ കഥയാണ് ഈ പറഞ്ഞത്, നമ്മുടെ ക്യാപിറ്റലായ ഡൽഹിയിലെത്തിയപ്പോഴുള്ള കഥയാണ് ഈ കേട്ടത്. ഇതന്നെയാണ് സംഭവിക്കുന്നത്. ഈ സഹോദരി പറഞ്ഞതിൽ ഒരു നുണയുമില്ല എന്ന് എനിക്കറിയാം. ഞാൻ അവിടെയൊക്കെ കുറച്ചു കാലം ജീവിച്ച ആളാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. അതുകൊണ്ട് നമ്മുടെ എംബസികളുടെയും ഗവൺമെൻറ്റുകളുടെയും സ്വഭാവം മാറാത്തിടത്തോളം കാലം ഈ അടിമ വേഷം കെട്ടിയാടൽ ഒരു കാലത്തും നിൽക്കാൻ പോകുന്നില്ല. ഈ സ്ലേവറി ഏത് കാലത്തും ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് പോകുന്ന വീട്ടുജോലിക്ക് പോകുന്ന ആളുകളോട് കാണിക്കുന്ന ഈ ക്രൂരമായ മനോഭാവം മാറണമെങ്കിൽ ശക്തമായ ഒരു വിദേശകാര്യ വകുപ്പ് ഉണ്ടായാലേ പറ്റുള്ളൂ. അതിനുള്ള ഒരു കെൽപ്പും ഒരു നെഞ്ചൂക്കുമുള്ള ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോഴല്ലാതെ ഈ സഹോദരിമാർക്ക് ജോലിക്ക് പോകുന്നവരാണ്, അവർക്ക് രക്ഷയുമില്ല എന്നാണ് ബബിത പറയുന്നത്. ബബിതയുടെ ജീവിതാനുഭവങ്ങൾ വിദേശകാര്യ വകുപ്പിന് വേണമെങ്കിൽ കൈമാറാവുന്നതാണ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അവർ ആലോചിക്കേണ്ടതാണ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഇതിനെതിരെയാണ് പോരാടുന്നത്. ഇത് ILOനെ അറിയില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു നുണയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇതൊന്നും അറിയില്ലേ? എല്ലാവർക്കും അറിയാം. ലോകത്തെ അടിമ വ്യവസ്ഥ നിലനിൽക്കുന്നത് പശ്ചിമേഷ്യയിലാണെന്ന് നോം ചോംസ്കി പറഞ്ഞത് ശരിയാണ് എന്ന് അന്വർത്ഥമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സഹോദരിയിൽ നിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഈ സഹോദരിയെ ഞങ്ങൾ അവതരിപ്പിച്ചത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകട്ടെ, ഒരു അനുഭവമാകട്ടെ എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും ബബിതയ്ക്ക് നാട്ടിൽ ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു. 2015 ജൂലൈയിൽ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ കോട്ടയം സ്വദേശി മേരി വർഗീസ് സ്പോൺസറുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് ഭക്ഷണം നൽകാനോ പറഞ്ഞ ശമ്പളം നൽകാനോ നാട്ടിലേക്ക് തിരികെ അയക്കാനോ സ്പോൺസർ കൂട്ടാക്കുന്നില്ല. മേരിയുടെ മോചനം ആഗ്രഹിച്ചാണ് ഭർത്താവ് വർഗീസും മകളും മരുമകനും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. മേരിയെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. മേരി എത്ര വർഷമായി പോയിട്ട്? 3.5 മാസമായിട്ടു. ഇതിനു മുമ്പ് പോയിട്ടില്ലേ? ആദ്യം പോവാ? അത് ശരി. എന്താണ് ഇപ്പൊ അതിന്റെ ഒരു അവിടെ വീട്ടുജോലിക്ക് പോയത്? വീട്ടുജോലിക്ക് ഇവിടെ ഇവിടെ എന്തായിരുന്നു ജോലി? ഇവിടെ കൂലിപ്പണി തന്നെയാ, കോൺക്രീറ്റ് പണിക്ക്. ആരാ കൊണ്ടുപോയത്? ഇവിടെ ഈ കാട്ടാക്കടയിലാണ്, കാട്ടാക്കടയുള്ളതാണ് ഈ ഏജന്റ് മധു എന്ന് പറയും, മധു എന്ന് അറിയപ്പെടുന്നത്. അപ്പം പുള്ളി തൃശ്ശൂർകാരനാണ്, പുള്ളിയുടെ വൈഫിൻ്റെ വീടാണ് ഇവിടെ കാട്ടാക്കട. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ പാർത്തോട്ടിലെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഈ പുള്ളിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവരിപ്പം തൽക്കാലികം അവിടെ നിന്ന് കുറച്ച് പെണ്ണുങ്ങളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഷീന എന്ന് പറയും അവർ. ഷീന അവരാണ് ഈ മധുവിന്റെ ഏജന്റ്. മധുവിന്റെ ഏജന്റ് മധുവിനെ ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തി തരുന്നത് ഷീനയാണ്. എത്ര രൂപ വാങ്ങിച്ചു? പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പൈസ നമ്മളോട് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ ശമ്പളം കൊടുക്കുന്നില്ല. ഈ സ്പോൺസറുടെ വൈഫ് വന്നിട്ട് അമ്മയ്ക്കിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് സംശയം. ഇവർക്ക് അവിടെ താമസിക്കാൻ ആഗ്രഹമില്ലേ? താമസിക്കാൻ ആഗ്രഹമില്ല. അതാണ് ഇപ്പോഴത്തെ. അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ. പിന്നെ അവർക്ക് അവരെ വേണമെന്നുണ്ടെങ്കിൽ ദേഹോദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. ദേഹോദ്രവം, പിന്നെ ഭക്ഷണവും സമയത്തിന് കൊടുക്കുന്നില്ല. വെളുപ്പം കാലത്ത് അവിടുത്തെ സമയത്തിന് വെളുപ്പം കാലത്ത് 4 മണിക്ക് റെസ്റ്റ് കൊടുക്കും. 6 മണിയാകുമ്പോൾ ഡ്യൂട്ടിയിൽ പിന്നെ വിളിക്കും. 2 മണിക്കൂർ റെസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് മാനസികമായിട്ടും പൊതുവെ സീനോട് പറഞ്ഞില്ല അവരെ തിരിച്ചയക്കാൻ. മധുവാണ് എൻ്റെ മെയിൻ ഏജന്റ്. മധുവാണ് കൊണ്ടുപോയിരിക്കുന്നത്. മധുവിനെ വിളിച്ചാൽ മധു ജന്മം ചെയ്ത ഫോൺ എടുക്കുകയില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. ആദ്യമൊക്കെ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാം, എങ്ങനെയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. മധുവിൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പറുണ്ട്, അതിലും വിളിച്ചാലും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ സിമ്മ് തന്നെ മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് കേസ്. അതായത് ഒരു ദിവസം 14 ബാത്റൂമുണ്ട്. 14 ബാത്റൂമും ക്ലീൻ ചെയ്യണം. റൂമുകളെല്ലാം അങ്ങനെ കൈയെല്ലാം പൊട്ടി കഴിഞ്ഞ് വളരെ മാനസികാവസ്ഥയിൽ. അപ്പോൾ അവർ ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മോനെ എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാ അവർ പറഞ്ഞു. റിയാദിലെ പറയണ്ട, മോൾക്ക് എന്തെങ്കിലും പറയണ്ട, അമ്മയൊക്കെ വന്നാൽ മതി.
ഞങ്ങൾ 2 മക്കളാ. അച്ഛൻ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് പോയത്. അമ്മയ്ക്ക് പെൺകുട്ടികളാ? അല്ല, അയാൾ വന്നിട്ടില്ല, പുള്ളി സ്ഥലത്തില്ല. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് പെട്ടെന്ന് എങ്ങനെയും വന്നാൽ മതി. എല്ലാം പറയാണ്ട് അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ട്? എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. 30 വർഷമായിട്ട് ഗൾഫിൽ പോകണമെന്ന് ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിലുണ്ട്. പല പ്രാവശ്യം ഞാൻ തടഞ്ഞു നിർത്തിയതാണ്. പിന്നെ മധുവിനെ കുറ്റപ്പെടുത്താനോ അറബിയോ അല്ലെ മറ്റേ ഏതെങ്കിലും ഭാര്യ തിരിച്ചു വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഉപരിയായിട്ട് മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇത് 2 ആഴ്ചക്ക് ഓപ്പൺ ചെയ്തില്ല. എൻ്റെ കാര്യം ഭയങ്കര അപകടാവസ്ഥയിലാണ്. എനിക്ക് ഈ ഭാര്യയെ ഒന്ന് നേരിട്ട് കാണുന്നൊരാഗ്രഹമുണ്ട്. വിടാൻ നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ 3 മാസത്തിന് എങ്കിലും വിട്ടു തരണമെന്ന് ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് അപേക്ഷിക്കുക. പ്രവാസലോകം റിയാദിലെ പ്രവർത്തകരോടും പ്രേക്ഷകരോടും കൂടിയുള്ള അഭ്യർത്ഥനയാണ്. മേരി അവിടെ ഒരു അറബിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. മേരി വലിയ ബുദ്ധിമുട്ടിലാണ്. മേരിക്ക് ശരിക്കും ശമ്പളം കിട്ടുന്നില്ല എന്ന് പറയുന്നു. മേരിക്ക് അവിടെ മടുത്തിരിക്കുന്നു. കാരണം അറബിയുടെ കയ്യിൽ നിന്ന് പീഡനം, സ്ത്രീകളുടെ കയ്യിൽ നിന്ന് പീഡനം. അവർക്ക് എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. അറബി 2 ലക്ഷത്തോളം രൂപ അവർക്ക് വേണ്ടി ഈ മധു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജോലിക്ക് ഇഷ്ടമില്ലാതെ അവരവിടെ വെക്കുന്നത് ന്യായമല്ല. അപ്പോൾ കഴിയുന്നതും വേഗം അറബിയെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. അവരുടെ ഫോൺ നമ്പർ ഈ ടെലികാസ്റ്റിലുണ്ടാവും. പ്രവാസലോകം പ്രവർത്തകരും പ്രേക്ഷകരും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണം. മേരിയോട് എനിക്ക് പറയാനുള്ളത്, മേരി ഇതിൽ കാണുന്ന ഞങ്ങളുടെ പ്രവാസലോകത്തിലെ ആളുകളുടെ നമ്പർ കാണിക്കുന്നുണ്ട് റിയാദിലുള്ള. അവരെ വിളിച്ച് വേണ്ട സഹായങ്ങൾ അഭ്യർത്ഥിക്കണം. അവരും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇത്തരത്തിലുള്ള യാത്രകൾ പലപ്പോഴും അബദ്ധങ്ങളായിട്ടാണ് വരാറ്. നമ്മളിപ്പോൾ 3.5 മാസത്തെ അല്ലെങ്കിൽ നിങ്ങൾ പോയി 2 ലക്ഷം രൂപ ചിലവാക്കിയ അറബി തീർച്ചയായിട്ടും അവൻ പ്രകോപിതനാവും. കാരണം പൈസ ചിലവാക്കി അവിടെ ചെന്ന് വീണ്ടും നാട്ടിലേക്ക് പോരണം എന്ന് പറയുമ്പോൾ അവൻ്റെ പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കബളിപ്പിക്കപ്പെടുകയാണ് ഓരോ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും ചെയ്യുന്നത്. മധുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുപോകുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് കൊണ്ടുപോവുക. പറ്റിയില്ലെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള ഏർപ്പാടും ഉണ്ടാക്കണം. അവരോട് അത് ബോധ്യപ്പെടുത്തണം. അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. നിരവധി പുതിയ പ്രോബ്ലംസ് ലോകമെമ്പാടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. അത് വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീ സഹോദരികളെക്കുറിച്ചുള്ള വലിയ ദുരന്തങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മൾക്ക് ഇടപെടാവുന്നത് ഇപ്പോൾ മേരിയെപ്പോലുള്ള ആളുകളെ നാട്ടിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ചെയ്യുക, സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. മേരി ഞങ്ങളുടെ ആളുകളുമായി ബന്ധപ്പെട്ട് സഹായം തേടി നാട്ടിലേക്ക് വരാൻ ശ്രമിക്കണം എന്ന് മാത്രം പറയുന്നു. ഈ കുടുംബത്തെ ഞാൻ സമാധാനിപ്പിച്ചുകൊണ്ട് തിരിച്ചയക്കാം. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. റിയാദിലെ പ്രേക്ഷകരും പ്രവാസലോകം പ്രവർത്തകരും എത്രയും പെട്ടെന്ന് മേരിയുടെ രക്ഷയ്ക്കെത്തണം. അല്ലെങ്കിൽ ഭക്ഷണവും വിശ്രമവും ഇല്ലാതെ ജോലി ചെയ്യുന്ന മേരിയുടെ ജീവന് തന്നെ അത് അപകടമുണ്ടാക്കിയേക്കാം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇന്ന് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.